ആയിരിക്കും അല്ലേ? യൂബറൊന്നും ഇവിടെ ഇല്ല. ഇവിടേക്ക് ഒന്ന് യൂബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കാന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ വല്ലതൊക്കെ ആയിരിക്കും, കൂട്ടാൻ വന്നതൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഫോണിലെല്ലാം രണ്ട് ഓട്ടോക്കാരുടെ നമ്പർ വാങ്ങിച്ചു വെക്കും. വനമാണല്ലേ? എനിക്കത് പൊന്മുടി ഡാമിന്റെ വനമാണെന്നിരിക്കും. റിസർവ് പോസ്റ്റ് തേക്കും കൂപ്പായത്. ഇത് തേക്കാട്ടെ ചേച്ചി, ഇത് മൊത്തം നിൽക്കുന്ന തേക്ക. ഡാം കിടക്കുന്നുണ്ടോ താഴെ? വെള്ളം ഉണ്ടെന്നോ? വെള്ളം ഉണ്ടെന്നോ? നമുക്ക് ഇത് തന്നെ അരിച്ച് കയറി പോകണം. നമ്മളിതുവഴി അപ്പുറത്തേക്ക് പോകും. നമ്മളൊന്നും തിരിച്ചു പോകുന്ന പരിപാടിയില്ല ഒരിടത്തും. നമ്മളെല്ലാം അതിൽ തന്നെ കയറി അപ്പുറത്ത് പോകുള്ളൂ. പിണറായി ഇതൊന്നും കണ്ടില്ലെന്നോ ഈ തേക്കൊന്നും? ആ കാടിന്റെ സൈഡിലാണല്ലോ ആ പെണ്ണ കൊച്ചിനെയൊക്കെ ആയിട്ട് അവിടെ വീട് അവിടെയാന്ന് തോന്നുന്നു. അതെ അതെ, അതിനകത്ത് ചെറിയ പുലിയൊക്കെ കാണും. ആയിരിക്കും അല്ലേ? പൊന്മുടി നല്ല വാക്കുള്ള ഡാമാണ്. അതെ അതെ, ഇറങ്ങാനൊക്കെ പോയ റിസ്ക്കാ. ഇവിടെ ആൾക്കാർ ഇറങ്ങലൊന്നും കഴിച്ചു വെച്ചിരിക്കുന്നത്. ഇറങ്ങാൻ പോയ റിസ്ക്കാ അവിടെ. നല്ല വെള്ളത്തിന്റെ കളർ കണ്ടാലും നല്ല വാക്കമാണ്. നമ്മള് കോര വടാന്റെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം തേക്കല്ല കേട്ടോ, ഇതൊക്കെ തേക്ക. ഈ ഉണങ്ങി നിൽക്കുന്ന ഈ ചെതല് കരയ്ക്കുന്നതെല്ലാം തേക്ക. ഉണങ്ങിയല്ല, ഇതെല്ലാം തേക്ക. കുറ്റിയെല്ലാം നിൽക്കുന്നത് അത് വട്ട. ആ വലിയ മരം നിൽക്കുന്നത് അത് 2 സൈസ് വട്ടയുണ്ട്. ഇതൊരു മതി കാട്ടുവട്ടയ സാധനം. അത് മറ്റേ ഇല വരെ പൊരിവട്ടാണ് വേറെ സാധനമുണ്ട്. ഇതൊക്കെ തേക്ക. അതിൽ തേക്ക് വട്ടാൻ വന്നാൽ മതി. ആഞ്ഞിലി ഇരിക്കുന്നുണ്ടോ? അറയാഞ്ഞിലി. ഇതാണ് അറയാഞ്ഞിലി ഇരിക്കുന്നത്. സാധാ ആഞ്ഞിലി അല്ല, അറയാഞ്ഞിലി. ഈ കാട്ടാഞ്ഞിലി എന്നൊക്കെ പറയാം അല്ലേ? ഇവിടെ വീടാണോ? ഈ തേക്കിന്റെ കൈക്കമ്പ് ഇങ്ങനെ വിറക് കത്തിക്കാൻ നല്ലതാണ്. നല്ല തീയ. 2 കഷ്ണം വെച്ചാൽ ഒരു കഞ്ഞി വെക്കാം. കത്തി ആളി പോവില്ല, അങ്ങ് കത്തി നിൽക്കുവാണ്. കാപ്പി മുട്ടി വെക്കുന്ന പോലെ. ഡിഷേ വെച്ചോളൂ. ഇവിടൊന്നും വരികയില്ല. ഇവിടെ അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു മറവ് തിരിഞ്ഞപ്പോ കണ്ടോ അമ്മയായതുണ്ടോ? അമ്മായി തേക്കിന്റെ കുറ്റിയും കൊണ്ട് വരുന്നില്ല. തേക്കിന്റെ കുറ്റി എടുക്കാൻ പറ്റുമല്ലോ കണ്ടു കഴിഞ്ഞാൽ അമ്മമാര്. കൊടിയൊക്കെ ഉണ്ട് കേട്ടോ, കുരുമുളകൊക്കെ. വെള്ളം അത്ര അല്ല, എന്നെ ഉണക്കാം. ഇവിടെ മഴ പെയ്തേയില്ല കേട്ടോ ചേച്ചി. ഒത്തിരി മഴ കൂടിയിട്ട് പോലും ഒരിടത്ത് ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയിട്ടേ ഇല്ല ഇവിടെ. ഇന്നലത്തെ മഴയൊന്നും ഇങ്ങോട്ട് പെയ്തേ ഇല്ല. പണ്ടത്തെ ആൾക്കാർ സമ്മതിക്കണം ഈ മല കയറി ഇവിടെ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ റോഡിന്റെ അപ്പുറത്തേക്കുള്ളതെന്ന് തോന്നുന്നു സ്ഥലങ്ങൾ. വീണ്ടും തേക്കും കുത്തിലെത്തി. പാലമരം നിൽക്കുന്നുണ്ട്. പാലമരം ഇത് നിൽക്കുന്നതാണ് പാലമരം കേട്ടോ ചേച്ചി. ഇതാണ് യക്ഷി ഇരിക്കുന്ന സാധനം. ഈ റൈറ്റ് സൈഡിൽ ഇത് ഈ വലിയ മരം പാല. ഇന്ന് വെള്ളിയാഴ്ച അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒത്തിരി പാലുണ്ട്. ദന്തപാലുണ്ട്, ഏഴിലം പാലുണ്ട്, ഒത്തിരി പാലുണ്ട്. ഞങ്ങൾക്ക് മാണിസാറിന്റെ പാല മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? പാലായിക്ക് പോവോ? ഓ, പല്ലൊന്നും പോയിട്ടില്ല. എവിടെ അടിച്ചേ? ഇല്ല, ഓ ഇങ്ങനെ തൊട്ടോട്ട് ഇരിക്കുകയായിരുന്നു. പാലായിക്ക് വരാൻ പല്ല് പോയതാണല്ലേ? ഫോറസ്റ്റ് ഓഫീസർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ? അല്ല, വെട്ടിക്കൊണ്ട് ചെന്നിട്ട് ഒരു പാസ് ചോദിച്ചാൽ മതി. വെട്ടിക്കൊണ്ട് ചെന്നിട്ടേ ചോദിക്കാം. അത് വളർന്നു കഴിയുമ്പോഴേ മുറിച്ച് ലേലത്തിൽ വയ്ക്കുവാന്നൊക്കെ പറയുന്നേ. ഇത് പകുതി അവന്മാർ തന്നെ കാക്കുന്നേ. എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ കിട്ടുള്ളൂ. അതിലെ മരമുറി ചാനലൊക്കെ വരും. നമ്മൾ ഈ വനത്തിൽ കൂടെ റോഡില്ലാത്തടത്തല്ല ഫോറസ്റ്റ് ഓഫീസിലോട്ട് വേണം ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാണിക്കുന്നുണ്ട്. അതിന് വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനത്തെ വനത്തിൽ കൂടെ.
വല്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരവർക്ക് ഒരു മനുഷ്യൻ കാണാൻ പോലും ഇല്ല. പെട്ടുപോയെന്നേ. ആൾക്കാർ വന്ന് മദ്യപടിക്കാരും ഒക്കെ ഈ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി രാജാക്കാട് കേട്ടിട്ടുണ്ടോ? നമുക്ക് അവിടെ നിന്ന് നേരിട്ട് മൂന്നാറി അല്ലായിരുന്നു. പക്ഷെ മൂന്നാറി തന്നെ പിന്നെ നമുക്ക് കാണാനില്ല. വീണ്ടും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പൊ ഇതിന് വട്ടം കറങ്ങി മൂന്നാറിലേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ വഴി നമുക്ക് പിന്നെ എറണാകുളം പോയാൽ മതി. അല്ലെ പിന്നെ നമ്മൾ മൂന്നാർ കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നിട്ട് വേണം വീണ്ടും തിരിച്ച് ആ വഴി തന്നെ വന്നിട്ട് വേണം എറണാകുളം പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ അതുകൊണ്ടൊന്ന് റൗണ്ട് ചെയ്ത് അങ്ങോട്ട് വന്നുള്ളതേ ഉള്ളൂ. കുറേ കൂടെ വരുന്നു. അണ്ണനുണ്ടല്ലോ, ആളെ കണ്ടു കിട്ടി. ഏതായാലും വഴി അങ്ങോട്ടുള്ളതാണ്. നമ്മളിനി ഡാമിന്റെ കട്ടയിലോട്ട് കയറാൻ പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴേ ഒരു ചെറിയ അബദ്ധം പറ്റിയായിരുന്നു. അല്ല നമ്മൾ ആ വഴിയാണ് ഡാമിന്റെ കട്ടയിലോട്ട് വരട്ടെ. ഞാൻ അതിലെയാണ് വന്നിട്ടുള്ളത്. ഈ വഴി കയറിയപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് വലത്തോട്ട് പ്രാവശ്യം തിരിഞ്ഞില്ലേ, അവിടെ ഇടത്തോട്ട് പോയാൽ നമ്മൾ ഈ വഴിയെ ഡാമിന്റെ കട്ടയിലോട്ട് വന്നേനെ. അതിലാണ് നമ്മൾ വരേണ്ടത്. നല്ല വഴിയായിരുന്നു. അതാണ്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം കൂടി, ഇപ്പൊ ഓഫ് റോഡ് കാണാൻ പറ്റിയില്ലേ? ഓഫ് റോഡ് കാണാൻ പറ്റി. അതൊട്ട് അന്ന് ഡൗട്ട് വന്നു എനിക്ക്. അവരവിടെ തിരിഞ്ഞു കയറാൻ പറഞ്ഞു. അതിന് മുമ്പ് നമ്മള് റൈറ്റ് എടുക്കണമായിരുന്നു. അവരോട് ചോദിച്ചില്ലേ, അതിന് മുന്നേ എടുക്കണമായിരുന്നു. ഇത് ഷോർട്ടായിരുന്നു. ഇപ്പോഴത് ആശ്വാസമായിരുന്നു. ഇപ്പോൾ അറിയാവുന്ന വഴി വന്ന് ചാടിയതിപ്പോഴ. തന്നെയല്ല, മറ്റേത് വനത്തിന്റെ ഓഫീസിലോട്ടാണോ ഇനി പോകുന്നത്? ചാച്ചി തന്നെ പോകുന്നു. പരീക്ഷ ഉച്ച കഴിഞ്ഞ് മോഡൽ എക്സാമാ. ഉച്ച കഴിഞ്ഞായിരിക്കും പരീക്ഷ. അതിന് പോകുന്ന ഇപ്പം ഇനി വെള്ളത്തിൽ വെള്ളം ചാടാൻ പോകണമെന്ന് പറയത്തില്ല. ആയിരിക്കല്ല, ചിരിക്കുന്നൊക്കെ ഉണ്ടാക്കിയല്ലോ. വെള്ളത്തിൽ ചാടാനില്ല. വലയിട്ടിരിക്കുന്നുണ്ട് ചേച്ചി. ആ കാണുന്നതാണ് മെയിൻ വലയിട്ടിരിക്കുന്നത്. ഇത് ടണൽ ഏതാണ്ടാന്ന് തോന്നുന്നു. അതതിന്റെ ഗേറ്റ് തുറക്കുന്നല്ലേ? ഇവിടുന്ന് തുറന്നാൽ അവിടെ തുറക്കും. അല്ല, ഇവിടെ ചെറിയ സർവീസ് ഒരെണ്ണം കാണും. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കാണും സാറേ, ടണൽ കാണും. പൊന്മുടി പാലം. വണ്ടിയേ പോകുള്ളൂ. ഡ്രോൺ എടുക്കാൻ പറ്റിയില്ല. ഡ്രോണെ പറ്റിയല്ലോ. ഇത് അവിടെ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. എത്ര സിറ്റികളാണ് കാണുന്നത് ദൂരെ 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 ദൂരെ. അത് അടിമാലിന്ന് മൂന്നാർ വരുന്ന റോഡ് അങ്ങ് കാണുന്നുണ്ടോ? വണ്ടികൾ വരുന്നുണ്ടോ? അങ്ങ മല കണ്ടോ വെച്ച് വണ്ടികൾ വരുന്നുണ്ടോ? അപ്പുറേ അതിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയും. വെള്ളം കുഴപ്പമില്ല കുഴപ്പമില്ല. ഞാൻ ഇറങ്ങി മാറി വണ്ടി തന്നെ അപ്പുറ സൈഡിലെ ബാക്ക് സൈഡിലെ പാറ ഉണ്ടോ? നല്ല സൂപ്പർ. ഇങ്ങനെ ഡാം രണ്ട് മലകളെ തമ്മിൽ കണക്ട്. ഡാമിന്റെ മെയിൻ ആള് ഇത് ഈ ഗേറ്റ് തുറക്കുന്നു. ഷട്ടർ ഉള്ളത് മെയിൻ ഷട്ടേഴ്സ് ആണ്. പൊന്മുടി ഡാം നമുക്കിത് കാണാൻ പറ്റില്ല. ഡയറക്റ്റ് മൂന്നാർ പോയൊന്നും കാണാൻ പറ്റില്ല. അതേ ഒരു കുതിര നിൽക്കുന്നേ. മൂന്നാർ കുതിര. ഇത് വനത്തിലെ കുതിരയാണോ? അതൊന്നുമല്ല, പിള്ളേർ മറ്റേ ഇതൊക്കെ ഇരിക്കുന്നത്. മറ്റേ പിള്ളേർ വിദേശികളെ കൊണ്ട്. ഇവിടെ ചായ കിട്ടും. നോക്കണേ ഒന്നേ. ഇവിടെ മതിയോ? മതി. അത് വേറെ നോക്കണം. വേണ്ട, അപ്പുറം അപ്പോൾ വേറെ കട നോക്കണോ? ഇവിടെ നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയോ? ഇവിടെ ഇറങ്ങിയപ്പോലെ